ലെക്ചേഴ്സ് ആണല്ലോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺട്രാക്ടിന്റെ ഇൻഡെമിനിറ്റി ഗ്യാരണ്ടി ആണ് സ്പെഷ്യൽ കോൺട്രാക്ട് എടുത്തിരുന്നത്. കോൺട്രാക്ടിന്റെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്ത് കണ്ടു നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ കോൺട്രാക്ടിന്റെ കംപ്ലീറ്റ് ക്ലാസ്സസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ കോൺട്രാക്ടിന്റെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത സ്പെഷ്യൽ കോൺട്രാക്ട് എടുക്കുന്നത് ബെയിൽമെന്റ് ആണ്. ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഞാൻ പറഞ്ഞു തരാം. സെക്ഷൻ 148 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ബെയിൽമെന്റ് എന്ന സ്പെഷ്യൽ കോൺട്രാക്ടിനെ പറ്റി പറയുന്നത്. കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ വാച്ച് നന്നാക്കാനായിട്ട് ഒരു റിപ്പയറിംഗ് ഷോപ്പ്, വാച്ച് റിപ്പയർ ചെയ്യുന്ന ഒരു ഷോപ്പിൽ കൊണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡ്രസ്സ് ഡ്രൈ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ഷോപ്പിൽ കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഷോപ്പ് ഓണറും നമ്മളും തമ്മിലുള്ള ആ ഒരു കോൺട്രാക്ടിനെയാണ് പറയുന്നത് കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പർപ്പസ്, ഞാൻ എന്തിനാ വാച്ച് കൊടുക്കുന്നത്, റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു പർപ്പസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഗുഡ്സ്, നമ്മുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സ് എന്തെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും അനദർ പേഴ്സണ്. അങ്ങനെ ഡെലിവറി ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പർപ്പസ് നടന്നു കഴിയുമ്പോൾ, റിപ്പയർ ചെയ്യാനോ കൊടുത്ത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യണം, ഇത് തിരിച്ച് റിട്ടേൺ ചെയ്ത് തരണം ആ വ്യക്തി. അപ്പൊ പർപ്പസ് നടന്നതിന് ശേഷം ആ ഗുഡ്സ് നമുക്ക് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആൾക്ക് കൊടുക്കണം. ഇപ്പൊ ഞാൻ പറയുകയാണ് ഇന്ന ആള് വരും, നിങ്ങൾ ഇത് കൊടുത്തേക്കൂട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് തന്നെ അത് റിട്ടേൺ ചെയ്യണം. അങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വ്യക്തിക്ക് പൈസ അതിനുള്ള എമൗണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമ്മൾ കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്തില്ല എങ്കിൽ ആ പറയുന്ന ഗുഡ്സ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈവശം വെക്കാനായിട്ട് പറ്റും. ഈ ഷോപ്പ് ഓണറിന് അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് തരുന്ന വ്യക്തിക്ക് ഞാൻ അതിന്റെ എമൗണ്ട് കൊടുക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ വാച്ച് അയാളുടെ കൈവശം തന്നെ വെക്കാൻ പറ്റും, ഞാൻ പൈസ തരുന്നത് വരെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്കുള്ള റൈറ്റ് ആണ് ലീൻ ചെയ്യാനായിട്ടുള്ള റൈറ്റ് എന്നൊക്കെ പറയും. ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ റീറ്റെയിൻ ചെയ്യാൻ, ആ ഗുഡ്സ് അയാളുടെ കൈവശം തന്നെ വെക്കാൻ പറ്റും. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. ഇപ്പോ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 148 പറയുന്നത്. അപ്പൊ ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ, ബെയിൽമെന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഈസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നു. നമ്മൾ ഗുഡ്സ് ഒരാൾക്ക് ഡെലിവറി ചെയ്യുന്നു. എങ്ങനെ? അതായത് അതിന്റെ കൈവശ അവകാശം നമ്മൾ കൊടുക്കുന്നു. ബൈ വൺ പേഴ്സൺ, ഒരു വ്യക്തി ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നു. ആർക്ക്? ടു അനദർ, മറ്റൊരാൾക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി ഇങ്ങനെ കൊടുക്കുന്നേ? ഫോർ സം പർപ്പസ്. നമ്മൾ അയാൾക്ക് വിറ്റതാണോ? അല്ല, എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഫോർ സം പർപ്പസ്. അപ്പോൾ ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തോ ഒരു പർപ്പസ് ചെയ്യാൻ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഗുഡ്സ് മറ്റൊരു വ്യക്തിക്ക് ഡെലിവറി ചെയ്യുന്നു. When the purpose is accomplished, എന്നിട്ട് ആ ഒരു പർപ്പസ്, എന്ത് കാര്യത്തിനാണോ കൊടുത്തത് ആ പർപ്പസ് അവിടെ അക്കംപ്ലൈഷ് ചെയ്തു, പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ be returned or otherwise disposed according to the directions of the person delivering them. അപ്പൊ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ പർപ്പസ് കഴിഞ്ഞു, വാച്ച് നന്നാക്കാനോ കൊടുത്തെങ്കിൽ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, എനിക്കിത് റിട്ടേൺ ചെയ്യണം. അല്ലെങ്കിലോ or otherwise disposed according to the direction of the person delivering them. ആരാ ഡെലിവറി ചെയ്ത് കൊടുത്തത്? ഞാൻ. അപ്പൊ ഡെലിവറി ചെയ്ത എന്റെ ഡയറക്ഷൻസ് അനുസരിച്ചുകൊണ്ട് അത് ഡിസ്പോസ് ചെയ്യണം, ആ കോൺട്രാക്ട് ഡിസ്പോസ് ചെയ്യണം. അതായത് ഇപ്പൊ സപ്പോസ് ഞാൻ പറയാം, മറ്റൊരാൾ വരും, അപ്പൊ ഈ ഞാൻ തന്നിരിക്കുന്ന വാച്ച് നന്നാക്കി കഴിയുമ്പോൾ ഇന്ന ആള് വരുമ്പോൾ നിങ്ങൾ അത് കൊടുത്തേക്കൂട്ടോ എന്ന് പറഞ്ഞാലും അത് എന്ത് തന്നെയാ, അവിടെ ആ ഒരു പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കോൺട്രാക്ട് ഡിസ്പോസ് ആയി. അപ്പൊ ഒന്നുമില്ലെങ്കിൽ എനിക്ക് തന്നെ റിട്ടേൺ ചെയ്ത് തരണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആൾക്കോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിക്കോ അത് ഡിസ്പോസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കോൺട്രാക്ടിനെയാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബെയിൽമെന്റിൽ എപ്പോഴും എന്താണ്, ഗുഡ്സ് ഡെലിവറി ചെയ്യുകയാണ് ഒരു പർപ്പസിന് വേണ്ടി. പർപ്പസ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആ ഒരു ആർക്കാണോ ഡെലിവറി ചെയ്തത് ആ വ്യക്തി അത് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. അപ്പോ രണ്ട് പാർട്ടീസ് ഉണ്ട്. കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിൽ രണ്ട് വ്യക്തികളാണ് ഉള്ളത്. ഒന്ന് ബെയിലറും രണ്ട് ബെയിലിയും. അപ്പൊ പ്രോമിസ് ചെയ്യുന്ന വ്യക്തിയെ, പ്രോമിസറിനെ ബെയിലർ എന്നും ഈ പറയുന്ന പ്രോമിസിയെ ബെയിലി എന്നുമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു സ്പെഷ്യൽ കോൺട്രാക്ട്സിൽ ഓരോന്നിനും ഓരോ പേരാണ്. അതായത് ഈ പ്രോമിസറിനും പ്രോമിസി എന്ന് പറയുന്നതിന് പകരം സ്പെഷ്യൽ കോൺട്രാക്ട് വരുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള നെയിംസ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ബെയിലർ എന്നാണ് പറയുന്നത്. അപ്പൊ ആരാണോ ഗുഡ്സ് ഡെലിവറി ചെയ്തത്, ദ പേഴ്സൺ ഹു ഡെലിവറിങ് ദ ഗുഡ്സ് ഡെലിവറി ചെയ്ത വ്യക്തി ആരാണ്, അതായത് ഞാനാണ് വാച്ച് കൊണ്ട് നന്നാക്കാൻ കടക്കാരനെ കൊടുത്തതെങ്കിൽ ഞാനാണ് ആര്, ബെയിലർ. ആരാണോ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് ആ വ്യക്തിയാണ് പറയുന്നത് ബെയിലർ എന്ന്. ഇനി ബെയിലി ആരാ? ദ പേഴ്സൺ ടു ഹൂം ദേ ഡെലിവേർഡ്. ആർക്കാണോ ഞാൻ ഈ ഗുഡ്സ് ഡെലിവറി ചെയ്ത് കൊടുത്തത്, അപ്പൊ ആ ഷോപ്പ് ഓണറാണ് ഞാൻ കൊടുത്തതെങ്കിൽ ആ വ്യക്തിയാണ് എന്ത്, അവിടുത്തെ ബെയിലി. ഞാനാണ് എന്ത്, വാച്ച് കൊണ്ട് കൊടുത്തത്. അപ്പൊ ഞാൻ ആരാ, ബെയിലർ ആണ്. അപ്പൊ ഈ ബെയിലറിന് എന്താ ഡ്യൂട്ടി ഉള്ളത്? എനിക്ക് ഡ്യൂട്ടി ഉള്ളത്, ഞാൻ ഈ കൊടുക്കുന്ന ഗുഡ്സിൽ, ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഒരു കാർ നന്നാക്കാനായിരിക്കും കൊടുത്തത്, സർവീസ് ചെയ്യാനായിരിക്കും കൊടുത്തത്. അപ്പൊ കാറിന് ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതാണ്, ഇങ്ങനെ ഓടിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തിരിക്കണം, ആ ഫോൾട്ടുകൾ ഉള്ളത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, അയാളോട് പറഞ്ഞിരിക്കണം. ഇതല്ല എങ്കിൽ ആ പുള്ളിയെ വണ്ടി എടുത്ത് ഓടിച്ച് വല്ല അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ഡാമേജിന് ഞാൻ, ആ ഉണ്ടാകുന്ന റിസ്കിനൊക്കെ ഞാൻ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും, ഞാൻ ഉത്തരവാദിയാവും. അപ്പൊ അതുകൊണ്ട് ബെയിലറിനുള്ള ഒരു ഡ്യൂട്ടിയാണ് അയാൾ ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലും ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന ഗുഡ്സിൽ എന്തെങ്കിലും ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും
മിസ്റ്റേക്കുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഫോൾട്ടുകൾ ആ ഒരു ഡെലിവറി ചെയ്ത ഗുഡ്സിലുള്ളത് അയാൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അത് പറഞ്ഞിരിക്കണം, ഒളിപ്പിച്ച് വെക്കരുത്, പറഞ്ഞിരിക്കണം. അത് ബെയിലറിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ബെയിലിക്ക് എന്താ ഡ്യൂട്ടി അല്ലേ? ബെയിലിയെ സംബന്ധിച്ചിട്ടുള്ള വാച്ച് കിട്ടിയ ആൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാർ ഞാൻ സർവീസിന് വേണ്ടി ചെയ്യാൻ കൊടുത്ത വ്യക്തി, അയാൾ എന്ത് ചെയ്യണം? ഓർഡിനറി ഒരു പ്രൂഡൻസിലുള്ള ഒരു വ്യക്തി, ഓർഡിനറി പ്രൂഡൻസ് പറഞ്ഞാൽ സാമാന്യ ബുദ്ധി ബോധം ഒക്കെ ഉള്ള ഒരു വ്യക്തി എങ്ങനെയാണോ അത് സൂക്ഷിക്കുന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഒരു ഓർഡിനറി പ്രൂഡൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഡിനറി ഒരു റീസണബിൾ മാൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, ആ റീസണബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ പോലെ തന്നെ ഈ കിട്ടിയ ഗുഡ്സ് അയാൾ അത് സൂക്ഷിക്കണം. വേണ്ട രീതിയിൽ കെയറും പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്ത് സൂക്ഷിക്കണം. അതായത് ഇപ്പൊ ഞാനിപ്പോ കൊടുത്ത വാച്ച് ആണെങ്കിൽ വാച്ച് നിലത്ത് വലിച്ചിടുകയല്ലോ, അപ്പൊ അത് ആ രീതിയിൽ സൂക്ഷിക്കണം. ഇപ്പൊ കൊടുത്തത് വേറെ എന്തെങ്കിലും ഒരു ഗുഡ്സ് ആയിരുന്നു, അപ്പൊ അത് ആ രീതിയിൽ ഒരു സാധനം നമ്മൾ എന്ത് രീതിയിലാണോ നോർമൽ ഒരു ബുദ്ധിയും ബോധമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ സൂക്ഷിക്കുന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഈ ബെയിലി എന്ന് പറയുന്ന റീസണബിൾ ആയിട്ടുള്ള കെയർ കൊടുത്തിട്ട് അത് പ്രൊട്ടക്ട് ചെയ്യണം. അത് ബെയിലിയുടെ ഉത്തരവാദിത്തമാണ്. ഇനി ബെയിലി അതുപോലെ തന്നെ ബെയിലിക്ക് കിട്ടുന്ന മറ്റൊരു റൈറ്റ് ആണ്. ബെയിലിക്ക് കിട്ടുന്ന റൈറ്റ് എന്താ? ബെയിലിക്ക് കിട്ടുന്ന റൈറ്റ് ആണ്, സപ്പോസ് ഈ ബെയിലർ ആയിട്ടുള്ള വ്യക്തി ഞാൻ വാച്ച് കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് അതിന്റെ പൈസ കൊടുക്കുന്നില്ല നന്നാക്കിയതിന് ശേഷം, അപ്പൊ ഞാൻ കൊടുക്കുന്നില്ല, എമൗണ്ട് അതിനുള്ളത് കൊടുക്കുന്നില്ലെങ്കിൽ ബെയിലിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റീറ്റെയിൻ ദ പൊസിഷൻ റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ കൈവശ അവകാശം പുള്ളിയുടെ തന്നെ വെക്കാൻ പറ്റും. വാച്ച് തിരിച്ചു കൊടുക്കണ്ട, കാരണം ഞാൻ പൈസ തന്നിട്ട് കൊടുത്താൽ മതി, റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കിട്ടുന്ന ബെയിലിക്ക് കിട്ടുന്ന ഒരു റൈറ്റിനെയാണ് നമ്മൾ പറയുന്നത് ലീൻ എന്ന് പറയുന്നത്. റൈറ്റ് ടു ലീൻ എന്ന് പറയും. ലീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, നമ്മൾ ആ പൊസിഷൻ റീറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ലീൻ ചെയ്യാനായിട്ട് പറ്റും. ലീൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ആ ഒരു പൊസിഷൻ അയാൾക്ക് ആ കൈവശ അവകാശം പുള്ളിയുടെ കയ്യിൽ തന്നെ വെക്കാനായിട്ട് പറ്റും. കാരണം എന്തുകൊണ്ടാ? ബെയിലർ അതിനുള്ള എമൗണ്ട് കൊടുത്തിട്ടില്ല. സോ ഇനി ബെയിലറിന് എന്ത് റൈറ്റ് ഉണ്ട്? ബെയിലറെ സംബന്ധിച്ചിടത്തോളം വാച്ച് കൊടുത്ത വ്യക്തിയാണ് ഞാൻ, എനിക്ക് എന്ത് റൈറ്റ് ഉണ്ട്? ഞാൻ അതിനുള്ള എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എനിക്ക് ആ സംഭവം റിട്ടേൺ ചെയ്ത് കിട്ടാം. ഞാൻ കൊടുത്ത ഡെലിവറി ചെയ്ത ഗുഡ്സ് പർപ്പസ് അക്കംപ്ലിഷ് ചെയ്തു, ഞാൻ അതിനുള്ള പേയ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം എനിക്കത് റിട്ടേൺ ചെയ്ത് കിട്ടാനായിട്ടുള്ള റൈറ്റും ഉണ്ട്. ഇത്രയൊന്നും പോകണ്ട, നിങ്ങൾ ഇത്ര ഓർത്തിരിക്കുക. ബെയിൽമെന്റ് സെക്ഷൻ 148 ആണ്. ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഡെലിവറി ചെയ്യാണ് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി. ആ പർപ്പസ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും? ഈ ബെയിലറിന് ബെയിലി ആയിട്ടുള്ള വ്യക്തി ആർക്കാണോ ഗുഡ്സ് ഡെലിവറി ചെയ്ത് ആ ബെയിലി ആയ വ്യക്തി ആ ഗുഡ്സ് റിട്ടേൺ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അയാൾ പറയുന്ന രീതിയിൽ ആ കോൺട്രാക്ട് ഡിസ്പോസ് ചെയ്യണം. ഇതിനെയാണ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് എന്ന് സെക്ഷൻ 148 പറയുന്നത്. രണ്ട് പാർട്ടീസ് ഉണ്ട്, ബെയിലറും ബെയിലിയും. അടുത്തത് പ്ലെഡ്ജ് ആണ്. പ്ലെഡ്ജ് എന്ന് പറയുന്നത് അടുത്ത സ്പെഷ്യൽ കോൺട്രാക്ട് ആണ്. പ്ലെഡ്ജ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ, ഇവിടെയും ഗുഡ്സ് നമ്മൾ ഡെലിവറി ചെയ്യുവാണ്. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്യുവാണ്, നമ്മൾ ബെയിൽമെന്റ് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഇവിടെ ഗുഡ്സ് ഡെലിവറി ചെയ്ത് മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്നത് പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മൾ ഒരു ഡെപ്റ്റ്, ഒരു കടമുണ്ട്, അയാളുമായിട്ട് ഒരു ഡെപ്റ്റോ അല്ലെങ്കിൽ അയാളോട് ഒരു പ്രോമിസ് നമ്മൾ ചെയ്യാമെന്നോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊരു സെക്യൂരിറ്റി ആയിട്ട് ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത്. സിംപ്ലി പറയാം, നമ്മൾ മാല പണയം വെച്ചിട്ട്, സ്വർണ്ണമാല പണയം വെച്ചിട്ട് നമ്മൾ പൈസ എടുക്കുന്നു, അതാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. സിംപ്ലി എക്സാമ്പിൾ ഓർത്താൽ മതി. അപ്പൊ നമ്മൾ ഈ മാല പണയം വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവിടെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചേക്കുന്നത് പൈസ അവിടുന്ന് മേടിച്ചിട്ടുണ്ട്, നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ട്, അപ്പൊ ആ പൈസ തിരിച്ചു കൊടുക്കണം. ഡെപ്റ്റ് തിരിച്ചു കൊടുക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളൊരു പ്രോമിസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മൾ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് പറയുന്നത് പ്ലെഡ്ജ് എന്ന് പറയുന്ന കോൺട്രാക്ട്. അപ്പൊ ഇവിടെയും എന്താ? പ്ലെഡ്ജ് എന്ന് പറയുന്നത് ഒരു ബെയിൽമെന്റ് ആണ്, കാരണം ബെയിൽമെന്റിൽ ഗുഡ്സ് ഡെലിവറി ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്ലെഡ്ജ് എന്ന് പറയുന്നത് ഒരു ബെയിൽമെന്റ് ആണ്, അതായത് ഗുഡ്സ് ഡെലിവറി ചെയ്യുവാണ് ഒരു പേഴ്സൺ മറ്റൊരു വ്യക്തിക്ക്. അപ്പൊ ബെയിൽമെന്റ് ഓഫ് ഗുഡ്സ് ആണ്, പക്ഷെ എന്തായിട്ടാ? ആസ് എ സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് കൊടുക്കുന്നത്, ഒരു ഉറപ്പായിട്ട്. എന്തിനു വേണ്ടി? ഫോർ ദ പേയ്മെന്റ് ഓഫ് എ ഡെപ്റ്റ്, ഒരു കടം കൊടുക്കാനുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഓഫ് എ പ്രോമിസ്, എന്തെങ്കിലും ഒരു പ്രോമിസ് ഞാൻ ചെയ്യാമെന്നോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് കടം എനിക്ക് കൊടുക്കാനുണ്ട് അയാൾക്ക്, അപ്പൊ കടം തിരിച്ചു കൊടുക്കാനുണ്ട്, അപ്പൊ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി, ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഗുഡ്സ് ബെയിൽ ചെയ്യുന്നത്. ബെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡെലിവറി ചെയ്യുക, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അങ്ങനെ ബെയിൽ ചെയ്യുന്നതെങ്കിൽ ആ കോൺട്രാക്ടിനെ പറയുന്നതാണ് കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഓർക്കാം, ബെയിൽമെന്റ് ഓഫ് ഗുഡ്സ് ആസ് എ സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റി ആയിട്ട് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നു. എന്തിന് സെക്യൂരിറ്റി ആയിട്ട്? നമ്മളൊരു ഡെപ്റ്റ് പേ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോമിസ് പെർഫോം ചെയ്യാനുണ്ട്, അതിനുവേണ്ടി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ബെയിലർ ആരാ? ബെയിലർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന വ്യക്തി.
ഞാൻ പറഞ്ഞു പ്ലെഡ്ജ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് പോലെ തന്നെയാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ട് ഇവിടെ ഗുഡ്സ് ഡെലിവറി, ഇവിടെയും ഗുഡ്സ് ഡെലിവറി ചെയ്യുക, പക്ഷെ അത് ഡെലിവറി ചെയ്യുന്നത് ഒരു പേയ്മെന്റ്, എന്തെങ്കിലും ഒരു ഡെപ്റ്റ് കൊടുക്കാനുണ്ട് നമ്മൾ, അതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോമിസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഒരു ഉറപ്പിനായിട്ടോ ഒക്കെയാണ് നമ്മൾ ഈ ഗുഡ്സ് അയാൾക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ബെയിലർ, അതായത് ഇവിടുത്തെ ഗുഡ്സ് ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന വ്യക്തിയെ പറയുന്നത് പോണർ എന്നാണ്. PAWNOR, പോണർ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ബെയിലി, ആർക്കാണോ നമ്മൾ ആ ഗുഡ്സ് ഡെലിവറി ചെയ്ത് കൊടുത്തത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, അപ്പൊ ആ ബെയിലിയെ പറയുന്നതാണ് എന്ത്, പോണി എന്ന്. PAWNWE ട്ടോ. അപ്പൊ പോണി. അപ്പൊ പ്ലെഡ്ജില് രണ്ട് പാർട്ടീസ് ഉള്ള ആര്, പോണർ എന്നാണ് ഇവിടുത്തെ ബെയിലറിനെ പറയുന്നത്. അതായത് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന വ്യക്തി ആരാണോ അവരെ പോണർ എന്നും, ഇവിടെ ആർക്കാണോ നമ്മൾ ഗുഡ്സ് ഡെലിവറി ചെയ്തത് ഈ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അയാളെ പറയുന്നതാണ് പോണി എന്നും. സോ അപ്പൊ ഇത്രയാണ് പ്ലെഡ്ജ്. മാല പണയം വെച്ചിട്ട് പൈസ എടുക്കുന്നത് ഓർത്താൽ മതി. അപ്പൊ സിംപ്ലി നമുക്ക് പ്ലെഡ്ജ് മനസ്സിലാവും. അടുത്തതാണ് ഏജൻസി എന്ന് പറയുന്നത്. അടുത്ത സ്പെഷ്യൽ കോൺട്രാക്ട് ആണ് ഏജൻസി. ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഒരാളുടെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ, മറ്റാളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു തേർഡ് പേഴ്സൺസിന് വേണ്ടിയിട്ട് ഞാൻ ഇയാളെ പ്രതിനിധീകരിച്ച് വർക്ക് ചെയ്യുന്നു, അതാണ് പറയുന്നത്. ഞാൻ ഒരാളുടെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോൺട്രാക്ട് ഓഫ് ഏജൻസിയില് ഏജന്റ് ആരാണ്, പ്രിൻസിപ്പൽ ആരാണെന്ന് സെക്ഷൻ 182 പറയുന്നുണ്ട്. അപ്പൊ ഏജൻസി കോൺട്രാക്ടിനെ കുറിച്ച് സെക്ഷൻ 182 പറയുന്നത്. അപ്പൊ ഏജന്റ് ആരാ, ഏജന്റ് എന്ന് പറയുന്നത് an agent is a person employed to do any act for another or to represent another in dealings with the third persons. അതായത് ഏജന്റ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്, ഒരു വ്യക്തിയാണ്. എന്ത് ചെയ്യുന്നു, എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട്, എന്തോ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് എംപ്ലോയ് ചെയ്ത് ജോലിക്ക് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏജന്റ് എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നത്, ഫോർ അനദർ, മറ്റാർക്കോ വേണ്ടി ജോലി ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാ. ഓർ ടു റെപ്രസെന്റ് അനദർ, അല്ലെങ്കിൽ മറ്റാരെയും നമ്മൾ അയാളെ റെപ്രസെന്റ് ചെയ്യുക, അതായത് അയാളുടെ ആ ഒരു അഭാവത്തിൽ നമ്മൾ അയാളെ പ്രതിനിധീകരിച്ച് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ഏജന്റ് എന്ന് പറയുന്നത്, ഞാൻ ഒരാളുടെ ഏജന്റ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ എന്തോ ഒരു പ്രവൃത്തി, അയാൾക്ക് വേണ്ടി എന്തോ പ്രവൃത്തി ചെയ്യാനായിട്ട് അയാളെ റെപ്രസെന്റ് ചെയ്ത് പ്രതിനിധീകരിച്ചുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എങ്ങനെ, ആർക്ക് വേണ്ടി, അയാൾക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യേണ്ടത്, അത് ആരുമായിട്ടാ, ഇൻ ഡീലിങ്സ് വിത്ത് തേർഡ് പേഴ്സൺസ്, അതായത് മൂന്നാമതുള്ള ആളുകളുമായിട്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരാൾക്ക് വേണ്ടിയിട്ട് ഡെയിലി പൈസ പിരിക്കാനായിട്ട് പോവുകയാണ്. അയാൾക്ക് കുറെ ഫിനാൻസ് കമ്പനിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പൈസ എടുക്കാനൊക്കെ, പൈസ എടുത്തിട്ടുള്ളവരിൽ നിന്നൊക്കെ മാസം പൈസ പിരിക്കാനായിട്ട് എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ അവരുടെ ഏജന്റ് ആണ്. ഏജന്റ് എന്ന് പറയുമ്പോൾ എന്താ, ആ പേഴ്സണിന് വേണ്ടിയിട്ട്, ആ പെർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടിയിട്ട് പിരിവെടുക്കാൻ പോകുന്നത് ഞാനാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു, അതായത് ആ പേഴ്സണിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുക, എന്തോ ആക്ട് ചെയ്യാണ്, അവർക്ക് വേണ്ടി എംപ്ലോയ് ചെയ്യാണ്, അല്ലെങ്കിൽ അയാളെ പ്രതിനിധീകരിച്ച് അയാൾ പൈസ പിരിക്കാൻ പോകുന്ന പോലെ തന്നെയാണ് ഞാനും പോകുന്നത്. അപ്പൊ സെയിം അയാളെ റെപ്രസെന്റ് ചെയ്താണ് പോകുന്നത്. ആരുമായിട്ടാണ് ഞാൻ ആ ഡീലിങ്സ് നടത്തുന്നത്, തേർഡ് പേഴ്സൺസ്, മൂന്നാമതായിട്ടുള്ള ആളുകളുമായിട്ട് ഞാൻ ഈ ഡീലിങ്സ് നടത്തുന്നത് ഇയാളെ റെപ്രസെന്റ് ചെയ്ത് പ്രതിനിധീകരിച്ചാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഏജന്റ് ആണ്. ഇനി ദ പേഴ്സൺ ടു ഹും ദ ആക്ട് ഈസ് ഡൺ, ഞാൻ ആർക്ക് വേണ്ടിയാണോ ഈ പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെയാണോ ഞാൻ റെപ്രസെന്റ് ചെയ്ത് ഈ വർക്ക് ചെയ്യുന്നത്, അയാളെ പറയുന്നതാണ് ദ പേഴ്സൺ ടു ഹും ദ ആക്ട് ഈസ് ഡൺ. ഞാൻ ആർക്ക് വേണ്ടിയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്, ടു ഹും, ആർക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഓർ ഹൂ ഈസ് സോ റെപ്രസെന്റഡ്, ആരെയാണോ ഞാൻ ഇങ്ങനെ പ്രതിനിധീകരിച്ച് ചെയ്യുന്നത് വർക്ക്, അയാളെ പറയുന്നതാണ് പ്രിൻസിപ്പൽ. അപ്പൊ ഈ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്ത് ഞാൻ മൂന്നാമതായിട്ടുള്ള തേർഡ് പേഴ്സൺസുമായിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള വ്യക്തിയായി എന്നെയാണ് ഏജന്റ് എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയാണോ ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ആ വ്യക്തിയെ പ്രിൻസിപ്പൽ എന്നും പറയും. ഇതില് അങ്ങനെ രണ്ട് പാർട്ടീസ് ആണ് ഉള്ളത്. ഏജൻസിയില് പ്രിൻസിപ്പളും ഉണ്ട്, അതുപോലെ തന്നെ ഏജന്റും ഉണ്ട്. ഇനി പ്രിൻസിപ്പൽ എന്ന് പറയുന്ന വ്യക്തി, അതായത് ഈ നമ്മളെ ജോലിക്ക് എടുത്ത് അയാൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മളെ ജോലിക്ക് എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അങ്ങനെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള വ്യക്തി മേജർ ആയിരിക്കണം. അതായത് മേജർ ആയിരിക്കണം എന്ന് പറയുമ്പോൾ എന്താ, അയാള് പ്രായപൂർത്തിയായിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഇന്ത്യൻ മെജോറിറ്റി ആക്ട് നിയമപ്രകാരം അയാൾ മേജർ ആയ വ്യക്തി ആയിരിക്കണം. അതോടൊപ്പം തന്നെ സൗണ്ട് മൈൻഡ്, ബോധവാനായിരിക്കണം. പക്ഷേ ഏജന്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇയാള് ജോലിക്ക് എടുക്കുന്ന, അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ഏജന്റ് ആയ വ്യക്തി, എനി പേഴ്സൺ ടു ബിക്കം ആൻ ഏജന്റ്. അപ്പൊ ഏത് വ്യക്തിക്ക് വേണമെങ്കിലും ഏജന്റ് ആവാനായിട്ട് പറ്റും. അൺസൗണ്ട് മൈൻഡ് ആയാലും കുഴപ്പമില്ല, മേജർ അല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും പ്രശ്നമില്ല, അത് പ്രിൻസിപ്പലല്ലേ എടുക്കുന്നേ. അപ്പൊ അത് ഏത് പേഴ്സൺ വേണമെങ്കിലും ഏജന്റ് ആവാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരാൾ പറയുന്നുണ്ട് സബ് ഏജന്റ്. ആര് ഈ സബ് ഏജന്റ്? സബ് ഏജന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ എന്നെ ഏജന്റ് ആയിട്ട് അവിടെ എടുത്തേക്കുക,
എന്റെ കൺട്രോളിൽ ഞാൻ എംപ്ലോയ് ചെയ്യുന്ന ഒരു ഏജന്റിനെയാണ് പറയുന്നത് സബ് ഏജന്റ്. സബ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ എംപ്ലോയിഡ് ബൈ ഓർ ആക്ടിങ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഒറിജിനൽ ഏജന്റ്. ഒറിജിനൽ ഏജന്റ് ആയ, അതായത് പ്രിൻസിപ്പൽ ജോലിക്കെടുത്ത ഏജന്റ് ആയ ഞാനാ. അപ്പൊ എന്റെ കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് എടുത്തിട്ടുള്ള ഒരു ഏജന്റിനെയാണ് പറയുന്നത് സബ് ഏജന്റ്. സബ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എംപ്ലോയ് ചെയ്ത, ഒറിജിനൽ ആയിട്ടുള്ള ഏജന്റ് ആരാണോ അവരെ എംപ്ലോയ് ചെയ്ത അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ ആക്ട് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സബ് ഏജന്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടി ഏജൻസിയിൽ ഓർക്കേണ്ടത്, നോ കൺസിഡറേഷൻ ഈസ് നെസസറി ടു ക്രിയേറ്റ് ആൻ ഏജൻസി. ഏജൻസി കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൺസിഡറേഷൻ നെസസറി അല്ല, അത്യാവശ്യമല്ല. അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞായിരുന്നു എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെന്റുകൾ വോയിഡ് ആയി പോകും എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ അതിന് എക്സെപ്ഷൻസ് പറഞ്ഞതിന്റെ അകത്ത് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ഏജൻസി ഉണ്ടായിരുന്നു, പാസ്റ്റ് വോളണ്ടറി സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു നാച്ചുറൽ ലവിന്റെ അഫെക്ഷൻ അണ്ടറിൽ കൊടുക്കുന്നതാണെങ്കിൽ അവിടെ ഒന്നും എഗ്രിമെന്റിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും ആ എഗ്രിമെന്റുകൾ വോയിഡ് ആവില്ല എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ആ വീഡിയോ ഇട്ടിട്ടുള്ളത് കണ്ടു നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക, അപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഏജൻസി കോൺട്രാക്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോൺട്രാക്ടിന്റെ ക്ലാസ് തീരുകയാണ് ഇന്നത്തോടുകൂടി. പിന്നെ കോൺട്രാക്ടിന്റെ കുറച്ച് MCQs നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ IPCയുടെ MCQs ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും ഞാൻ ലൈവായിട്ട് 2 ക്ലാസ്സസും എടുക്കാം. ഈ പറയുന്ന IPCയുടെ ആണെങ്കിലും MCQs കോൺട്രാക്ടിന്റെ ആണെങ്കിലും. ഇപ്പൊ ബാക്കി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.